അമിത ഉപയോഗം ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരമാവധി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ കുടിച്ചുകൊള്ളുക, ഒരിക്കലും അമിതം കാണിക്കാൻ പാടില്ല, ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. നമ്മുടെ കല്യാണ പാർട്ടികളിലാകട്ടെ, ഇഫ്താർ പരിപാടികളിലാകട്ടെ എന്നല്ല, നമ്മുടെ ഏത് പരിപാടിയിലും മിതത്വത്തെ നാം മുറുകെ പിടിക്കണം. നമ്മുടെ ആവശ്യങ്ങളെ അത്യാവശ്യമെന്നും അനാവശ്യമെന്നും തരംതിരിച്ച് ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളായി നമുക്ക് ചെലവഴിക്കാൻ സാധിക്കണം. സദക്ക ചെയ്യുന്ന അഥവാ ദാനധർമ്മത്തിന്റെ ഭാഗത്ത് പോലും ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങളെ തീരെ ചെലവഴിക്കാതെ ലുബ്ധ് കാണിക്കാനോ അല്ലെങ്കിൽ അമിതമായി ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലോ ആകാൻ പാടില്ല. മറിച്ച് അതിലും നിങ്ങൾ മിതത്വം കാണിക്കണം. അപ്രകാരം തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു, ഒഴുകി വരുന്ന ഒരു നദിയുടെ മുമ്പിലാണ് നിങ്ങൾ വുദൂ ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾ അവിടെയും അമിതം കാണിക്കാൻ പാടില്ല. 3 പ്രാവശ്യം കഴുകേണ്ട മുഖം അനാവശ്യമായി 4ാമത് കഴുകാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായിട്ടും അമിത വ്യയം ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. നാം ഓരോരുത്തരും നമ്മെ വിലയിരുത്തേണ്ട ഒരു അവസരവും കൂടിയാണിത്.